ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പൂനെ സൈനിക ക്യാമ്പിൽ നിന്നും മലയാളിയായ യുവ സൈനിക ഉദ്യോഗസ്ഥനെ കാണാനില്ല. കോഴിക്കോട് പാവങ്ങാട് സ്വദേശി വിഷ്ണുവിനെ ഈ മാസം 17 മുതലാണ് കാണാതായത്. മിലിറ്ററി ബോക്സിംഗ് പ്ലെയറായ വിഷ്ണു അവധി ലഭിച്ച വിവരവും ഉടനെ നാട്ടിലേക്ക് തിരിക്കുമെന്നും അറിയിച്ചിരുന്നു. വിഷ്ണുവിന്റെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ പൂനെയിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവസാനമായിട്ട് വന്ന മെസ്സേജ് 17-ാം തീയതി പുലർച്ചെ 2:16 അമ്മേൻ്റെ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് വന്നതാണ്. അമ്മേ, ഞാൻ കണ്ണൂർ എത്തിയിട്ടുണ്ട്, 5:05 ആകുമ്പോൾ എത്തുമെന്ന് മാത്രമേ പറഞ്ഞു. വീട്ടിലെത്തുന്ന ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏത് ട്രെയിനിൽ നിന്നാണോ കയറിയത്, എവിടെ നിന്നാണോ കയറിയത് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ കുറേ 5:30 മണി വരെ പ്രതീക്ഷിച്ച് 5:30 ഇങ്ങനെ മണിക്കൂറുകളായി. പിന്നെ വിളിച്ചപ്പോൾ ഒക്കെ സ്വിച്ച് ഓഫാണ്. ഈ നിമിഷം വരെ സ്വിച്ച് ഓഫാണ്. പരാതി MP-ക്ക് കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാമെന്നുള്ള ഇതാണ് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വൈകുന്നേരം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ജമ്മു കാശ്മീരിൽ ഒരു വൈഷ്ണോദേവി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ ശരിയല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി. VS രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും ദുരൂഹമായി നിലനിൽക്കുന്നത് താൻ കണ്ണൂരിൽ എത്തിയെന്ന് വീട്ടുകാർക്ക് സന്ദേശം അയക്കുന്നു. പക്ഷേ അവസാന ഫോണിന്റെ ലൊക്കേഷൻ കാണുന്നതും പൂനെയിൽ തന്നെയാണ്. എത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്? പോലീസിൽ വിവരം അറിയിച്ചിട്ടില്ലേ വിഷ്ണുവിന്റെ പിതാവ്? തീർച്ചയായിട്ടും പോലീസിൽ വിവരം അറിയിച്ചു എന്ന് മാത്രമല്ല, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ വിവാഹമാണ് അടുത്ത മാസം 11-ാം തീയതി നടക്കാൻ പോകുന്നത്. അപ്പോൾ വിവാഹത്തിന് സ്വാഭാവികമായിട്ടും ലീവിൽ വരേണ്ടതാണ്. ആ അവധിക്ക് വരുന്നു എന്നാണ് വീട്ടുകാർ വിചാരിച്ചത്. പക്ഷേ വീട്ടുകാരെ വിവരം അറിയിച്ചത് ഈ 17-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 5:30 വീട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരമാണ് അറിയിച്ചത്. പക്ഷേ 5:30 മണി കഴിഞ്ഞിട്ടും എത്തിയില്ല. പിന്നീട് അവർ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഫോൺ സ്വിച്ച് ഓഫായി, വൈകിട്ട് 5:30 എത്തുക എന്നുള്ളത്. എന്നിട്ടും കാണാതായപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത്. പൂനെയിലെ സൈനിക ക്യാമ്പിൽ നിന്ന്, അത് കായിക പരിശീലനം കൂടി നേടുന്ന സൈനിക ക്യാമ്പാണ് പൂനെയിലുള്ളത്. ആ പൂനെയിലെ സൈനിക ക്യാമ്പിൽ നിന്ന് ഇറങ്ങുകയും എന്നാൽ നാട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിവരം. പൂനെയിലും ഇതുപോലെ തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുടെയും മിലിറ്ററി സൈനിക ക്യാമ്പിൻ്റെയും ഒക്കെ പരാതിയിൽ പൂനെയിലും അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ തലത്തിൽ ബോക്സിംഗ് ചാമ്പ്യനാണ് ഈ വിഷ്ണു എന്ന് പറയുന്നത്. കേരളത്തിനു വേണ്ടി നിരവധി മെഡലുകൾ വിഷ്ണു നേടിയിട്ടുണ്ട്. മിലിറ്ററി സർവീസിൽ അദ്ദേഹം കയറിയിട്ട് ഏകദേശം 9 വർഷമാവുന്നു. ഒറീസയിലും ആസാമിലുമൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ബോക്സിംഗ് പരിശീലനത്തിന് വേണ്ടി പൂനെയിലെ ക്യാമ്പിലേക്ക് മാറിയത്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ ഇതേപോലെ തന്നെ ബോക്സിംഗ് രംഗത്ത് നിരവധിയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 5 ദിവസമായി അദ്ദേഹത്തെ കാണാനില്ല. പോലീസിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടുകാർ അതിൻ്റെ ഒരു ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടെത്തി എന്ന രീതിയിൽ ഈ മലയാളി സമാജത്തിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ജമ്മു കാശ്മീരിലെ വൈഷ്ണവദേവി ക്ഷേത്രത്തിൽ കണ്ടെത്തി എന്ന രീതിയിൽ മെസ്സേജുകൾ വന്നിരുന്നു. പക്ഷേ അതൊരു ഫേക്ക് മെസ്സേജാണ് എന്നാണ് ഇപ്പോൾ എലത്തൂർ പോലീസ് പറയുന്നത്. അത്തരത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ MP-മാരും MLA-മാരും മന്ത്രിമാർക്കുമൊക്കെ കുടുംബം പരാതി കൊടുത്തിട്ടുണ്ട്. ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർക്കും മന്ത്രി അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാർക്കും ഇവിടെ കോഴിക്കോട് MP MK രാഘവനും പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും പരാതി അയച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും മുട്ടാവുന്ന എല്ലാ വാതിലുകളിലും കുടുംബം മുട്ടുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിഷ്ണുവിനെ കാണാനില്ല എന്ന തരത്തിലുള്ള മെസ്സേജുകൾ ഇന്നലെ മുതൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ വിഷ്ണുവിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പൂനെയിൽ തന്നെയാണ് വിഷ്ണുവിൻ്റെ അവസാനത്തെ ടവർ ലൊക്കേഷൻ കാണിക്കുകയും ചെയ്യുന്നത്.